പ്രൈസ് ഗോഡ്. മാനവകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി വേഷത്തിൽ മനുഷ്യനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്റെ ശുശ്രൂഷ ആരംഭിച്ചു. 12 പേരെ കർത്താവ് തെരഞ്ഞെടുത്തു. ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു ശിഷ്യനാണ് യോഹന്നാൻ. ഈ യോഹന്നാൻ യേശുവിന്റെ മാർവോട് ചാരി കിടന്ന ഒരു വ്യക്തിത്വമാണ്. മറ്റാരെക്കാളും അടുത്ത് യേശുവുമായിട്ട് എല്ലായിടത്തും ഇടപഴകിയത് യോഹന്നാനാണ്. മാത്രമല്ല, യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്ന പരമപ്രധാനമായ ശുശ്രൂഷ എന്താണോ അത് നിവർത്തിക്കുവാൻ ഗെത്സമനയിൽ നിന്ന് ഗബത്തയിലേക്കും ഒടുവിൽ കാൽവറിയിലേക്കും എത്തിച്ചേരുമ്പോൾ യേശുവിന്റെ കൂടെ ശുശ്രൂഷയുടെ തുടക്കം മുതൽ ഉണ്ടായിരുന്ന എല്ലാവരെയും ചിതറിപ്പോയി കാണാം. പിന്നെ അവരെ ആരെയും കാണുന്നില്ല. പിന്നെ കാണുന്നത് യേശുക്രിസ്തു ഏറ്റവും കൂടുതൽ സ്നേഹിച്ച അരുമ ശിഷ്യനായ യോഹന്നാൻ മാത്രമാണ് ക്രൂശിൽ വെച്ച്. എല്ലായിടത്തും യേശുവിന്റെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞവർ പലരും മാറിപ്പോയി. പക്ഷെ ഒരിക്കലും പ്രതീക്ഷിക്കാതെ, എന്നാൽ കർത്താവിന് മുന്നമേ അറിയാമായിരുന്നു, ആ ക്രൂശിന്റെ ചുവട്ടിൽ യോഹന്നാൻ നിൽക്കുകയും യേശുക്രിസ്തുവിന്റെ കാൽവറിയിലെ ആ പരമയാഗം ഒരാൾക്ക് പോലും കണ്ടു നിൽക്കാൻ പറ്റാത്ത നിലവാരത്തിൽ യെശയ്യാവ് 53 വളരെ കൃത്യമായി യെശയ്യാവ് രേഖപ്പെടുത്തി. കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് ചാട്ടവാറടിയും ഒരുപാട് ഉപദ്രവങ്ങളേറ്റ് കർത്താവ് അതെല്ലാം നേരിട്ടടുത്ത് നിന്ന് കണ്ടയാളാ യോഹന്നാൻ. ആ ക്രൂശിന്റെ ചുവട്ടിൽ നിന്നും അവസാനത്തെ യേശുവിന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുപോലും കേട്ട യോഹന്നാൻ. ക്രൂശ് മരണം കഴിഞ്ഞ് പിന്നെ യേശുവിന്റെ ആ കാൽവറിയിൽ കിടക്കുന്ന ആ കാഴ്ച, ആ ക്രൂശിന്റെ ചിത്രം യോഹന്നാന്റെ കണ്ണിൽ പതിഞ്ഞു, റെറ്റിനയ്ക്കകത്ത് പതിഞ്ഞു. 60 കൊല്ലം കഴിഞ്ഞു. പിന്നെ നമുക്കറിയാം, എഫെസോസിലെ ശുശ്രൂഷകനായി യോഹന്നാൻ മാറി. യേശുവിന്റെ കാൽവറിയിലെ സ്നേഹത്തെ കുറിച്ച് ആ ദേശത്ത് അതിശക്തമായി യോഹന്നാൻ ശുശ്രൂഷിച്ചു. അന്ന് രാജ്യം ഭരിക്കുന്ന ഡൊമീഷ്യൻ എന്ന് പറയുന്ന ഒരു റോമൻ ചക്രവർത്തിയാണ്. നമുക്കറിയാം, അന്ന് റോമാക്കാർ യഹൂദൻ ആധിപത്യം ചെലുത്തി. റോമാക്കാരാ ഭരിക്കുന്നത്. ആധിപത്യം റോമില. അതിന്റെ കീഴെ യഹൂദന്റെ മതം പോകുന്നത്. നമുക്കറിയാം, യോഹന്നാനെ ഭയപ്പെട്ടിരുന്നു അന്നത്തെ ആധിപത്യം. യേശുവിനെ ഭയപ്പെട്ടിരുന്നു. അപ്പോൾ തന്നെ അന്നത്തെ ആ ചക്രവർത്തി യോഹന്നാനെ ഭയപ്പെട്ടു. ഭയപ്പെട്ട അനന്തരം പൈശാചിക ലോകം ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ അകത്ത് കയറി ഈജിയൻ കടലിടുക്കായ പത്മോസിലേക്ക് തന്നെ നാട് കടത്തി. അവിടെ ചെന്ന് കിടക്കുമ്പോൾ പാട്ടുപാടാനോ പ്രാർത്ഥിക്കാനോ സഹകരിക്കാനോ ഒരു മനുഷ്യ കുഞ്ഞു പോലും അവിടെ ഇല്ല. ഒറ്റപ്പെട്ടു പോയൊരു സാഹചര്യം, ഭയാനകമായൊരു അന്തരീക്ഷം. ഇത് കേൾക്കുന്ന പല ദൈവമക്കളുടെ ജീവിതത്തിൽ ഇതുപോലത്തെ അനുഭവങ്ങൾ. ആരുമില്ല സഹായിക്കാൻ, കൂടെ നിൽക്കാൻ ആളില്ല, ഒരു ഭയാനകമായ അന്തരീക്ഷം. നിങ്ങൾ അറിയേണ്ട ഒരു സത്യം, യോഹന്നാൻ തന്റെ അനുഭവത്തിൽ നമുക്കത് കാണാം. ആ അന്തരീക്ഷത്തിൽ തനിക്ക് മനസ്സിലായി, എന്റെ അകത്തൊരു അഭിഷേകമുണ്ട്. പെന്തക്കോസ്ത് നാളിൽ മാളിക മുറിക്കകത്ത് ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ താൻ അവിടെ സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ അസാധാരണമായ അന്തരീക്ഷം പിരിയുക. അപ്പോൾ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ, ദൈവസഭ, അഭിഷിക്തന്മാർ അറിയണം,
ഏത് പൈശാചിക അന്തരീക്ഷങ്ങളെ പിരിക്കാൻ നിനക്ക് കഴിയും. കാരണം ഈ ലോകത്തേക്കാൾ വലിയ ശക്തി നിന്റെ അകത്ത് പരിശുദ്ധാത്മാവ് തന്നിടും. പ്രതിസന്ധികളുടെ നടുവിൽ ആ ഒരു തിരിച്ചറിവ് എപ്പോൾ വരുന്നു, അപ്പോൾ നീ കിടക്കുന്ന അവസ്ഥകൾ ചേഞ്ച് ആകുകയാണ്. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രതികൂലത്തിന്റെ അകത്ത് ഒറ്റപ്പെട്ടു പോയി പുറത്തു വരാൻ കഴിയാതെ ചില വിദേശ രാജ്യങ്ങളിലും ചില അന്യ സംസ്ഥാനങ്ങളിലും ചില ഇടങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ചെടു പറയുന്നു, ഇപ്പോൾ തന്നെ നിന്റെ അഭിഷേകത്തെ തിരിച്ചറിയുക, ആത്മാവിൽ ചലിക്കാൻ തുടങ്ങുക, ആത്മാവിൽ സംസാരിക്കാൻ തുടങ്ങുക. ഈ സെക്കൻഡിൽ നീ കിടക്കുന്ന അന്തരീക്ഷം ചേഞ്ച് ആകാൻ പോകുകയാണ്. എത്ര പേര് അന്യഭാഷകൾ ദൈവത്തെ സ്തുതിക്കും? നീ കിടക്കുന്ന സിറ്റുവേഷൻ മാറാൻ കരഞ്ഞിട്ട് കാര്യമില്ല. ഒരാളുടെ സഹായം തേടി നോക്കിയിരിക്കേണ്ട. ഈ സെക്കൻഡിൽ യോഹന്നാന് മനസ്സിലായതുപോലെ നിന്റെ അകത്ത് കിട്ടിയ അഭിഷേകത്തെ നീ തിരിച്ചറിയാൻ തുടങ്ങുന്ന നിമിഷത്തിൽ നീ പിന്നെ ഒറ്റയ്ക്കല്ല, സ്വർഗം മുഴുവനും നിന്റെ കൂടെ കാണത്തക്കവണ്ണം വെളിപ്പെട്ട് വരാൻ പോകുകയാ. ഈ ദിവസങ്ങളിൽ തലമുറകളുടെ വിഷയങ്ങളെ ഓർത്ത് ഭാരപ്പെട്ട് നിന്റെ കയ്യിൽ നിന്ന് വിഷയം കൈവിട്ടുപോയതുപോലെ മാതാപിതാക്കൾ കരയുന്നു. ഈ സെക്കൻഡിൽ വിശ്വസിച്ചോ, തലമുറകളുടെ മേൽ ഈ ഒരു അഭിഷേകം പകരുക. ഇപ്പോൾ തന്നെ അന്തരീക്ഷം മാറുക. ആ ജോലി മേഖലയ്ക്കകത്തുള്ള അന്തരീക്ഷം മാറുക. ഫാമിലി ലൈഫിൽ, കുടുംബ ജീവിതത്തിന്റെ അകത്തുന്ന വിഷയം ഇപ്പോൾ റൈറ്റ് നൗ മാറിപ്പോവുക. വിശ്വസിക്കുന്നവൻ ആത്മാവിൽ അല്പസമയം സ്തുതിച്ചേ. മാനുഷികമായി സംസാരിക്കരുത്. എല്ലാവരും കൂടി എന്നെ ഒറ്റപ്പെടുത്തി തള്ളിക്കളി, ഇതൊന്നും അല്ല നമ്മുടെ വിഷയം. പത്മോസിൽ കിടക്കുന്ന യോഹന്നാനുണ്ടായ കാഴ്ചപ്പാടെന്ന പെന്തക്കോസ്ത് നാളിൽ വെളിപ്പെട്ട അഭിഷേകത്തിൽ താൻ ചലിക്കാൻ തുടങ്ങിയപ്പോ കർത്തൃദിവസത്തിൽ ഭക്തൻ ആത്മാവിൽ വിവശനം എന്ന് പറഞ്ഞാൽ ആവിക്കുള്ളിലായെന്നാണ് തമിഴിൽ കൊടുത്തിരിക്കുന്നത്. ആത്മാവിൽ വിവശനായപ്പോൾ താൻ കാണുന്ന കാഴ്ച 60 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവറിയുടെ കൊലക്കളത്തിൽ മനുഷ്യകുലത്തിന് വേണ്ടി കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് തകർക്കപ്പെട്ടവനെ അന്ന് കണ്ടെങ്കിൽ 60 കൊല്ലം കഴിഞ്ഞ് പത്മോസിൽ കാണുന്നത് തകർന്നവനെയല്ല. ഇന്ന് ആത്മാവ് പ്രവചിക്കുന്നു, ഇന്നലകളിൽ തകർച്ച കണ്ട അതേ കണ്ണ് തന്നെ ഇതാ ഉയർച്ച കാണാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവനാമേ പറഞ്ഞ്, തകർച്ച കണ്ട അതേ വീടിന്റെ അകത്ത് ഉയർച്ച വെളിപ്പെടാൻ പോവുകയാ. തകർന്നു കിടക്കുന്ന ചില കുടുംബങ്ങൾ ദൈവത്താൽ മാനിക്കപ്പെടാൻ പോവുകയാ. കർത്താവിന്റെ തേജസ് വെളിപ്പെടാൻ പോവുകയാ. ഈ സമയം തന്നെ അസാധാരണമായി കർത്താവിന്റെ പ്രസൻസ് വെളിപ്പെടുക മാത്രമല്ല, അവൻ പ്രത്യക്ഷനാകും. കർത്താവിന്റെ രണ്ടാമത്തെ വരവല്ല ഞാൻ പറയുന്നത്, അവന്റെ പ്രസൻസ് മാത്രമല്ല. ഇന്ന് ഈ സിറ്റുവേഷനിൽ ഒരു പ്രസൻസ് അയക്കുകയല്ല വേണ്ടത്, അവൻ നേരിട്ട് വെളിപ്പെട്ടു. 7 പൊൻ നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ചവനായി മാറത്ത് പൊൻകച്ച കെട്ടി, അമ്മയുടെ സ്നേഹം പോലെ യോഹന്നാനെ ചേർത്ത് നിർത്തുന്ന ഒരു അനുഭവം ഞാൻ വിശ്വസിക്കുന്നു. ഇന്നത്തെ ഈ സമയം നീ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ നടുവിൽ ഒരു വചനം മാത്രം തരുവല്ല, സാന്നിധ്യം മാത്രം അനുഭവിക്കേണ്ട, അവന്റെ പ്രത്യക്ഷത നിനക്കുണ്ടാകാൻ പോവുകയാണ്. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിരാശപ്പെട്ട് ഭാരം കയറി ശരീരം വളർന്ന് മടുത്തു പ്രാർത്ഥിക്കാൻ പറ്റാതെ ബൈബിൾ അടച്ച ചില കുടുംബങ്ങൾ പരിശുദ്ധാത്മാവിൽ ഞാൻ പ്രവചിക്കുന്നു, ഇപ്പോൾ റെഡിയായിക്കോ. ആത്മാവിൽ ദൈവത്തിന് നന്ദി പറഞ്ഞോ. ഈ സെക്കൻഡിൽ അസാധാരണമായ ഒരു കാഴ്ച കാണാൻ പോവുകയാ. സകല നന്മയുടെയും ഉറവിടമായ കർത്താവിനെ നീ കാണാൻ പോവുകയാ. സകല വഴികളും തുറക്കുന്നവനെ നീ കാണാൻ പോവുകയാ. സകലത്തെയും വിടുവിക്കുന്നവനെ നീ കാണാൻ പോവുകയാ. മരണത്തെയും പാതാളത്തെയും ജയിച്ചവന്റെ സ്പർശനം നിനക്കുണ്ടാകാൻ പോവുകയാ. ഓ ശമനഘടക വൈഡ പ്രവചനകസ്മനാദിയ
ഭയാനകമായ അന്തരീക്ഷത്തിൽ പെട്ടെന്നൊരു കാഴ്ച. 7 നക്ഷത്രം വലം കൈ പിടിച്ചവനായി. കണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചോ? യോഹന്നാന്റെ ശിരസിൽ കരം വെച്ചിട്ട് പറയാ, വലങ്കരം വെച്ചിട്ട് പറയാൻ മരിച്ചവനായിരുന്നു. ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്ന. അർത്ഥം എന്താ? ഞാൻ മരിച്ചിടത്ത് നിന്ന് ഉയർത്തെഴുന്നേറ്റെങ്കിൽ യോഹന്നാനെ, നീ ഇവിടെ കിടന്ന് മരിക്കപ്പില്ല. ഞാൻ ഉയർത്തെഴുന്നേറ്റെങ്കിൽ നീയും പുറത്തു വരാൻ പോകയാ. ഇന്ന് രാത്രി രോഗത്താൽ, പൈശാചിക തന്ത്രങ്ങളാൽ നിന്റെ ആയുസിനെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ് നിൽക്കുന്ന ചില വിഷയങ്ങളുടെ നടുവിൽ ഈ സെക്കൻഡ് മുതൽ മരണത്തിന്റെ നീക്കുപോക്ക് തരുന്നവൻ, മരണപാശങ്ങളെ അഴിച്ച് ഉയർത്തെഴുന്നേറ്റവന്റെ സ്പർശനം ഇപ്പോൾ രോഗമുള്ള തലക്കകത്തേക്ക്, ഉദരത്തിന്റെ അകത്തേക്ക്, ആ ഹാർട്ടിന്റെ അകത്തേക്ക്, ശരീരത്തിന്റെ ചില ഭാഗങ്ങളിലേക്ക് യോഹന്നാന്റെ ശിരസിൽ തൊട്ട കരം ഇന്ന് നിന്റെ ഹാർട്ടിന്റെ മേൽ വെക്കുകയാ, കിഡ്നിയുടെ മേൽ വെക്കുകയാ, ശിരസിന്റെ മേൽ വെക്കുകയാ, അവയവങ്ങളെ തൊടാൻ പോകയാ. ഇന്ന് രാത്രി വിശ്വസിച്ചോ, ഇനി ഒരിക്കലും ആയുസ്സിൽ പുറത്തു വരത്തില്ലെന്ന് പറഞ്ഞു സ്വയം പരാജയം സംഭവിച്ചിരിക്കുന്ന ചില ശുശ്രൂഷകന്മാർ, ചില കുടുംബങ്ങൾ കർത്താവിനോട് പറയുന്നില്ല, നീ പുറത്തു വരാൻ പോകയാ എന്ന് പറയുമ്പോൾ തന്നെ കേരളത്തിന്റെ ചില ഇടങ്ങളിൽ കർത്താവിനെ കാണിക്കുന്നിരുന്ന തലമുറകളുടെ ഭാവി നശിച്ചതിന്റെ പേരിൽ കരയുന്ന ചില പിതാക്കന്മാരെ, മാതാക്കന്മാരെ ആത്മാവ് തൊടാൻ പോക. ഇപ്പോൾ അന്യഭാഷയിൽ ശ്രമിച്ചോ, അന്യഭാഷ പറയുമ്പോൾ സംഭവിക്കുന്നത് എന്തെന്നറിയാമോ? ഇനി മനുഷ്യനെ കൊണ്ട് സാധ്യമല്ല, മത നേതാക്കന്മാരെ കൊണ്ട് സാധ്യമല്ല, ഇവിടത്തെ നിയമങ്ങൾ കൊണ്ട് സാധ്യമല്ല. ദൈവദൂതന്മാർ ഇറങ്ങാൻ പോകയാ, ദൈവത്തിന്റെ സംവിധാനം പ്രവർത്തിക്കാൻ പോകയാ. ഇപ്പോൾ നിനക്ക് ടൈമാ, ഈ സമയം സ്തുതിച്ചു തുടങ്ങ്. ഒരു ഭയങ്കര കാഴ്ച നീ കാണാൻ പോകയാ. അമേ, നിന്നെ വിടിവിക്കുന്നവൻ നിന്നോട് ചേർന്ന് നിൽക്കുന്ന ഒരു കാഴ്ച ഞാൻ വിശ്വസിക്കുന്നു. പത്മോസിന്റെ അകത്ത് വേറൊരാളെ കണ്ടാലും ആ സിറ്റുവേഷൻ മാറത്തില്ല. കണ്ടത് വാഴ്ത്തപ്പെട്ട കർത്താവിനെയാ. പക്ഷെ ഇന്നലകളിൽ കർത്താവ് വെളിപ്പെട്ടതുപോലെയല്ല, ഇപ്പോൾ അസാധാരണമായി തേജസ്സിൽ വെളിപ്പെടുകയാ. കരമടിച്ചോ, അന്യഭാഷ പറഞ്ഞോ, കർത്താവിനെ സ്തുതിച്ചോ, യേശുവിന്റെ നെഞ്ചോട് ചാരി നിന്നവൻ, കൂടെ നടന്നവൻ, ക്രൂശിന്റെ ചുവട്ടിൽ നിന്നവനെ കർത്താവ് കൈവിട്ടില്ലെന്ന് മാത്രമല്ല, അവസാനത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകം എഴുതുവാൻ 12 ശിഷ്യന്മാരിൽ നിന്ന് കർത്താവിന് ഒരുവനെ ആവശ്യമുണ്ടായിരുന്നു. കർത്താവിന് മനസ്സിലായി, ക്രൂശിന്റെ വെളിപ്പാടുള്ളവനെ പത്മോസിലിട്ടാലും അവൻ അവിടെ കിടന്ന് നശിക്കപ്പില്ല. ദൈവത്തിന്റെ പദ്ധതി പ്രകാരം ഒരു മറം നീങ്ങി ഇന്ന് വരെ ആർക്കും കാണാൻ പറ്റാത്ത മേലാൽ സംഭവിക്കാൻ പോകുന്ന വെളിപ്പാടുകളെ യോഹന്നാന്റെ കണ്ണിൽ തുറക്കുമ്പോൾ ദൈവം സന്തോഷിച്ചു. കാരണമെന്ന് 66-ാമത്തെ പുസ്തകത്തെ ലൈവായി കാണിച്ചു കൊടുക്കുകയാ. മേലാൽ സംഭവിക്കാൻ പോകുന്ന കാണുകയാ. പ്രതിസന്ധി അനുഭവിക്കുന്ന ദൈവദാസ, പ്രതിസന്ധി അനുഭവിക്കുന്ന സഹോദരി, സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ച കർത്താവിന്റെ ദാസനെ, ഇന്ന് രാത്രി ഈ പ്രശ്നം തകർച്ചയ്ക്കല്ല, ആർക്കും കിട്ടാത്ത വെളിപ്പാടിന്റെ കലവറകൾ, ആർക്കും കാണാൻ പറ്റാത്ത റെവലേഷനുകൾ നിങ്ങൾക്ക് വ്യക്തിപരമായി പരിശുദ്ധാത്മാവ് പകരുകയാ. എവിടെയെങ്കിലും അടയപ്പെട്ടവനായിട്ടല്ല, അഭിവേലത്തിൽ ലോകത്തിന്റെ 5 വൻകരകളിൽ ആ വെളിപ്പാടുകൾ അറിയിക്കുവാൻ ദൈവം നിന്നെ ഓടിക്കാൻ പോകയാൽ. അതരഘടകസ്മരാതി പണ്ട് കല്ലറയിലേക്ക് യോഹന്നാനെ അതിവേഗത്തിൽ ഓടി. പക്ഷെ ഇനി ഓടാൻ പോകുന്നത് ഒരു ലോക ജാതികൾ മുഴുവനും, ലോക രാജ്യങ്ങളുടെ ഭാവി, ഇസ്രായേലിന്റെ ഭാവി, ദൈവസഭയുടെ ഭാവി, പിശാചിന് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ, ഇതെല്ലാം വെളിപ്പെടുത്തുന്ന വെളിപ്പാട് പുസ്തകം ലോകം എങ്ങും എത്തിച്ചേരാൻ പോകയാ. പ്രിയപ്പെട്ടവനെ, ആർക്കും കിട്ടാത്ത വെളിപ്പാട് ദൈവം നിനക്ക് കൈമാറുകയാ. വിശ്വസിക്കാമെങ്കിൽ കരമുയർത്തിപ്പിടിച്ച് അന്യഭാഷകളിൽ ആത്മാവിൽ സ്തുതിക്കണം. പ്രശ്നമാണ്, പോരാട്ടമാണ്, വായ തുറക്കാൻ പറ്റുന്നില്ല, ഇതല്ല യോഹന്നാനെ അവിടെ ചെയ്തത്. അവൻ ആത്മാവിൽ
നിറയാൻ തുടങ്ങി. പ്രിയപ്പെട്ടവനെ, ഈ നിമിഷം ഞാൻ പ്രാർത്ഥിക്കും മുമ്പ് ആത്മാവിൽ ഇപ്പോൾ അന്യഭാഷ പറയട്ടെ. സിറ്റുവേഷൻ മാറുകയാ, ഇരുളഞ്ഞ അന്തരീക്ഷം മാറുകയാ, ആ പരാജയത്തിന്റെ അനുഭവം മാറിപ്പോവുകയാ, ദാരിദ്ര്യത്തിന്റെ അനുഭവം പൊട്ടിമാറുകയാ, മരുഭൂമി പോലത്തെ അവസ്ഥ മാറാൻ പോവുകയാ. ക്രിസ്തുയേശുവിൽ ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാ. ശുശ്രൂഷ മതി, അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നതിന് പ്രിയപ്പെട്ടവരുടെ കർത്താവ് പറയില്ല. ഇപ്പോൾ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ ആ ദൈവീകമായ സ്പർശനം നിങ്ങളുടെ മേൽ വരികയാ, കാഴ്ചപ്പാട് തുറക്കുകയാ. ഇന്ന് വരെ ഓടാത്ത സ്പീഡിൽ കർത്താവിന്റെ ശബ്ദമായി നിങ്ങൾ പുറപ്പെടാൻ പോവുകയാ. ഈ ശുശ്രൂഷ അനുഭവിക്കുന്നവരുടെ ഞാൻ പറയാം, ഈ ദിവസങ്ങളിൽ ഇന്ന് വരെ കിട്ടാത്ത ക്രിസ്തുവിന്റെ വെളിപ്പാടിലേക്ക് നിന്നെ കയറ്റാൻ പോവുകയാ. ഫാദർ നിമിഷം ഇവരെ അനുഗ്രഹിക്കും. ഇവിടെ മേൽ ആ പ്രസൻസ് ഇറങ്ങട്ടെ, ആ വെളിപ്പാട് ഇവരുടെ മേൽ തുറക്കുകയാണ്. ഈ സിറ്റുവേഷനിൽ എന്താ ചെയ്യേണ്ടത്? യോഹന്നാൻ അവിടെ ചെയ്തതുപോലെ ആത്മാവിൽ നിറയത്തക്കവണ്ണം ഈ ജനത്തെ ഞാൻ ആത്മാവിൽ ബ്ലസ് ചെയ്യുകയാണ്. ഒരു വലിയ ദൈവ പ്രവർത്തിക്കായി ഇവരെ ഒരുക്കണം. ഞങ്ങൾ ബ്ലസ് ചെയ്ത് രോഗികൾ സൗഖ്യമാകട്ടെ, മരണകരമായ സിറ്റുവേഷൻ മാറട്ടെ, പകർച്ചകൾ മാറിപ്പോകട്ടെ, അത്ഭുതമാക്കും. യേശുവിൻ നാമത്തിൽ ബ്ലസ് ചെയ്യുകയാണ്. ICG അപ്പോസ്തലിക് മിനിസ്ട്രി ഈ ഒരു കൂട്ടായ്മ ഒത്തിരി പേരെ ശുശ്രൂഷകൾക്ക് വേണ്ടി ഞങ്ങളിലൂടെ ദൈവം പണിതെടുക്കുക. പുതിയ നിയമത്തിന്റെ വെളിപ്പാടുകൾ, ആത്മീക ആരാധനകൾ, പ്രവചന ശബ്ദങ്ങളും, ഹീലിംഗ് മിനിസ്ട്രിയും, ഡെലിവറൻസിന്റെ ശുശ്രൂഷകളും നിങ്ങൾക്കും കടന്നു വരാം. കുറുപ്പമ്പടി പട്ടണത്തിൽ നമുക്കറിയാം, സ്റ്റാൻഡിനോട് തൊട്ടടുത്ത് മൂലൻസ് എന്ന് പറയുന്ന സൂപ്പർ മാർക്കറ്റിന്റെ മുകളിൽ ഒരു ചർച്ച് ഹാളിൽ ഈ ബുധനാഴ്ചയും ഞായറാഴ്ചയും രാവിലെ 10 മണി തൊട്ട് ആത്മീക ശുശ്രൂഷകൾ നടക്കുന്നു. ഒത്തിരി ആളുകൾ വിടുവിക്കപ്പെടുന്നു. നിങ്ങൾക്കും വരാം. ഇതിനകത്ത് കോണ്ടാക്ട് നമ്പറുകൾ വച്ചിട്ടുണ്ട്. നിങ്ങൾ വിളിക്കുക. വേഗത്തിൽ നിങ്ങളുടെ വെളിപ്പാടുകൾ സ്വീകരിക്കുക, ഡെലിവറൻസിനെ സ്വീകരിക്കുക. കർത്താവ് സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.